ജ്യോതിഷപരമായി പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. ധനം, വിദ്യ, ഭാഗ്യം, ആത്മീയത എന്നിവയുടെ കാരകനായ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കടകത്തിൽ വ്യാഴം ഉച്ചസ്ഥിതിയിലെത്തുമ്പോൾ അതതിന്റെ ഏറ്റവും ശക്തമായ ശുഭകരമായ ഊർജത്തിലായിരിക്കും. ഈ ഗ്രഹമാറ്റം വ്യക്തികളുടെ ജീവിതത്തിൽ സവിശേഷമായ സ്വാധീനം ചെലുത്തുന്നു. ഈ പ്രത്യേക വ്യാഴമാറ്റം കേതുവിന്റെ നക്ഷത്രമായ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. മൂലം നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഈ വ്യാഴമാറ്റം എന്തു തരത്തിലുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുമെന്നതാണ് ഈ വിഷയത്തിലെ പ്രധാന ഉള്ളടക്കം. 2025 ഒക്ടോബർ 18 വ്യാഴമാറ്റം മൂലം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു നൽകാൻ സാധ്യതയുണ്ട്. ജ്യോതിഷത്തിൽ വിജ്ഞാനം, ഐശ്വര്യം, ഭാഗ്യം, ധാർമ്മികത എന്നിവയുടെ മഹാകാരകനായ വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മൂലം നക്ഷത്രക്കാർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ്. ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കടകത്തിൽ വ്യാഴം ഉച്ചസ്ഥിതിയിൽ എത്തുമ്പോൾ അതിന്റെ ശുഭകരമായ സ്വാധീനം പരമാവധി ശക്തിയോടെ അനുഭവപ്പെടും. ഈ അപൂർവ ഗ്രഹസ്ഥിതി കേതുവിന്റെ നക്ഷത്രമായ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അനുകൂലമായ ഒട്ടനവധി പരിവർത്തനങ്ങളും പുതിയ വിജയപാതകളും തുറന്നു നൽകാൻ സാധ്യതയുണ്ട്. ധനുരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് മൂലം. സാധാരണയായി അന്വേഷണാത്മകരും ദൃഢനിശ്ചയക്കാരും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരുമായിരിക്കും. വ്യാഴം കർക്കടകത്തിൽ ഉച്ചനാകുമ്പോൾ മൂലം നക്ഷത്രക്കാരുടെ ഈ സ്വഭാവ സവിശേഷതകളെ ഇത് കൂടുതൽ പോസിറ്റീവായി സ്വാധീനിക്കും. ഈ വ്യാഴമാറ്റം തൊഴിൽ രംഗത്ത് അഭൂതപൂർവമായ വളർച്ചയ്ക്കും നേതൃത്വപരമായ സ്ഥാനങ്ങൾ നേടുന്നതിനും വഴിയൊരുക്കും. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ കഴിവുകൾക്ക് അനുയോജ്യമായ ജോലികൾ ലഭിക്കുകയും ചെയ്യും. തൊഴിൽപരമായ പുതിയ തുടക്കങ്ങൾക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ്. ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായും സ്ഥാനക്കയറ്റവും അതോടൊപ്പം ഉയർന്ന ശമ്പളവും ലഭിക്കും. നിങ്ങളുടെ അർപ്പണബോധവും കഠിനാധ്വാനവും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കും നേതൃത്വപരമായ സ്ഥാനങ്ങളിലേക്കും നിങ്ങളെ നയിക്കുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്ന മൂലം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. പുതിയ പദ്ധതികൾ ധൈര്യപൂർവ്വം ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും സാധിക്കും. അന്താരാഷ്ട്ര തലത്തിലുള്ള ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാനും പുതിയ കരാറുകൾ സ്വന്തമാക്കാനും സാധ്യതയുണ്ട്. മികച്ച നിക്ഷേപങ്ങളിലൂടെയും പങ്കാളിത്തങ്ങളിലൂടെയും ബിസിനസ് സാമ്രാജ്യം വികസിപ്പിക്കാൻ കഴിയും. നിങ്ങൾ ചെയ്യുന്ന ജോലികളിലൂടെ സമൂഹത്തിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഉയർന്ന അംഗീകാരവും കീർത്തിയും ലഭിക്കും. നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും. തൊഴിൽപരമായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം ഉത്തമമാണ്. നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ മികച്ച ഫലങ്ങൾ നൽകും. വ്യാഴം ധനകാരനായതുകൊണ്ട് ഈ രാശിമാറ്റം മൂലം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെ അഭൂതപൂർവമായി മെച്ചപ്പെടുത്തും. സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം. നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ കൂടുതൽ ലാഭകരമാകും. കൂടാതെ ഒന്നിലധികം പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ധനലാഭം, ഭാഗ്യ ലോട്ടറി എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഓഹരികൾ, റിയൽ എസ്റ്റേറ്റ്, സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് വളരെ മികച്ച ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് സുവർണാവസരമാണ്. പരിചയസമ്പന്നരായ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടി ചിട്ടയായ നിക്ഷേപങ്ങൾ നടത്തുന്നത് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. നിലവിലുള്ള കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും സാധിക്കും. സാമ്പത്തികപരമായ ആസൂത്രണത്തിലൂടെയും വ്യാഴത്തിന്റെ അനുഗ്രഹത്താലും എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കരകയറാനും കഴിയും. പുതിയ വീട്, ആഡംബര വാഹനം, ഭൂമി തുടങ്ങിയ വലിയ സ്വത്തുക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സ്വപ്നങ്ങൾക്ക് ഈ സമയം ചിറകുകൾ നൽകും. പൂർവിക സ്വത്ത് ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഭാവിയിലേക്ക് വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനും ഈ സമയം സഹായിക്കും. സാമ്പത്തികപരമായ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമാകും. കുടുംബം, സന്തോഷം, സമാധാനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ വ്യാഴമാറ്റം അത്യധികം ശുഭകരമായ ഫലങ്ങൾ നൽകും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢവും മനോഹരവുമാകും. അഭിപ്രായ ഭിന്നതകൾ പൂർണ്ണമായും ഇല്ലാതാവുകയും പരസ്പര സ്നേഹവും വിശ്വാസവും ബഹുമാനവും വർദ്ധിക്കുകയും ചെയ്യും. കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നിറയും. വിവാഹം ആഗ്രഹിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. അനുയോജ്യനും നല്ലതുമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സന്താന ഭാഗ്യം തീർച്ചയായും ഉണ്ടാകും. കുട്ടികളുള്ളവർക്ക് അവരുടെ പഠനത്തിലോ കരിയറിലോ വലിയ പുരോഗതിയും നേട്ടങ്ങളും കാണാൻ സാധിക്കും. വിവാഹം, ജനനം എന്നിവയിലൂടെ കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ കടന്നുവരും. ഇത് കുടുംബത്തിൽ പുതിയ സന്തോഷങ്ങളും ആഘോഷങ്ങളും നിറയ്ക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ശുഭകാര്യങ്ങൾ, മംഗളകർമ്മങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ഈ സമയം സാക്ഷ്യം വഹിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കിടാൻ സാധിക്കും. പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടി പിടിപ്പിക്കാനോ
വലിയ അറ്റകുറ്റപ്പണികൾ നടത്താനോ സാധിക്കും. ഗ്രഹപ്രവേശനത്തിനും വലിയ ആഘോഷങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിലും ഈ വ്യാഴമാറ്റം അനുകൂലമായ സ്വാധീനം ചെലുത്തും. ദീർഘകാലമായി അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായ ആശ്വാസം ലഭിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. വ്യാഴത്തിന്റെ സ്വാധീനം ശരീരത്തിന് ഊർജവും പ്രതിരോധ ശേഷിയും നൽകി ആയുരാരോഗ്യം വർദ്ധിപ്പിക്കും. ശസ്ത്രക്രിയകൾ ആവശ്യമുള്ളവർക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. മാനസികമായി ഊർജ്ജസ്വലരും ഉന്മേഷവാന്മാരുമായിരിക്കും. എല്ലാ മാനസിക പിരിമുറുക്കങ്ങളും ഉത്കണ്ഠകളും ഇല്ലാതാകും. സമാധാനപരമായ ഒരു മാനസികാവസ്ഥ നിലനിൽക്കും. ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും ഗുണകരമായി ബാധിക്കും. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ ശക്തമായ പ്രചോദനം ലഭിക്കും. പുതിയ വ്യായാമ മുറകൾ ആരംഭിക്കാനും നല്ല ഭക്ഷണശീലങ്ങൾ പാലിക്കാനും സാധിക്കും. ശരീരഭാരം കുറയ്ക്കാനോ മികച്ച ഫിറ്റ്നസ് നിലനിർത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. പൊതുവെ പ്രസരിപ്പും ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കും. ഇത് ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ കൂടുതൽ പോസിറ്റീവാക്കും. ഏതൊരു പ്രതിസന്ധിയെയും ആത്മധൈര്യത്തോടെയും വിജയകരമായും നേരിടാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഇത് പഠനത്തിൽ മികവ് പുലർത്താനും ഉന്നത വിജയങ്ങൾ നേടാനും സഹായിക്കുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും ഇതൊരു നല്ല സമയമാണ്. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും. ഗവേഷണ താല്പര്യമുള്ളവർക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ ആഴത്തിലുള്ള താല്പര്യമുണ്ടാകും. ധ്യാനം, പ്രാർത്ഥന, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ, മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും സമൂഹത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനുമുള്ള പ്രചോദനം ലഭിക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അവ പൊതുവെ ഗുണകരമായിരിക്കും. തൊഴിൽപരമായ യാത്രകൾ വലിയ ലാഭം കൊണ്ടുവരും. വിദേശ യാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. തീർത്ഥാടനങ്ങളും വിനോദയാത്രകളും മാനസികോല്ലാസവും പുത്തൻ ഉണർവും നൽകും. യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കും. വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത് പൊതുവെ അത്യധികം ശുഭകരമാണെങ്കിലും മൂലം നക്ഷത്രക്കാർ ഈ സമയത്ത് ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്നത് ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കാനും ചെറിയ വെല്ലുവിളികളെ അതിജീവിക്കാനും സഹായിക്കും. വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനം ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കുമെങ്കിലും അത് അമിതമായ അഹങ്കാരത്തിലേക്കും അശ്രദ്ധയിലേക്കും വഴിമാറാതെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും വിവേകപൂർവ്വം തീരുമാനമെടുക്കുക. സാമ്പത്തികമായോ തൊഴിൽപരമായോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ എല്ലാ വശങ്ങളും ചിന്തിച്ച ശേഷം മാത്രം മുന്നോട്ട് പോകുക. വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. ചില സമയങ്ങളിൽ മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെയും വിനയത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കും. വ്യാഴം ദാനധർമ്മങ്ങളെയും കാരുണ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. അർഹരായവരെ സഹായിക്കാനും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള മനസ്സുണ്ടായിരിക്കുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ കൊണ്ടുവരും. ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് എന്നും നന്ദിയുള്ളവരായിരിക്കുക. ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും കൂടുതൽ നല്ല അനുഭവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ സഹായിക്കും. വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് മാറിയത് മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അത്യധികം ഐശ്വര്യവും വിജയവും പുരോഗതിയും കൊണ്ടുവരുന്ന ഒരു സുവർണ അവസരമാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും വ്യാഴത്തിന്റെ അനുഗ്രഹവും ചേർന്ന് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ കാലഘട്ടം സഹായിക്കും. ഈ അനുകൂലമായ ഊർജത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടാനും ജീവിതത്തിൽ പരിപൂർണ സംതൃപ്തി കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.